ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലുള്ള സ്നോ സിറ്റിയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. സ്നോ സിറ്റിക്ക് അടുത്തായി തന്നെയാണ് ഫൺ വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്കും ഉള്ളത്. സ്നോ സിറ്റിംഗ് ടൈമിംഗ് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. 45 മിനിറ്റാണ് ഷോ ടൈം. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ഏകദേശം ഒരാൾക്ക് തന്നെ 650 രൂപയിൽ കൂടുതൽ ആകുന്നതാണ്. സ്നോ സിറ്റിക്ക് മാത്രമുള്ള ചാർജാണ്. ഷോ 45 മിനിറ്റ്സ് ആണ് ഉള്ളത്. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കുള്ള ഷോ ടൈം അതിൽ അവർ നമ്മളെ അറിയിക്കുന്നതാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം നടന്നതിന് ശേഷം സ്നോ വേൾഡിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഈ കാണുന്ന ക്യൂ സ്നോ വേൾഡിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ്. 2-3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്നോ വേൾഡിൽ ടിക്കറ്റ് എടുത്ത് ഷോയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചെയേഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ വേൾഡിനുള്ളിൽ നമുക്ക് ക്യാമറാസ് കൊണ്ടുപോകാം. അതിന് എക്സ്ട്രാ 50 രൂപ അടയ്ക്കേണ്ടതാണ്. കൂടാതെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. ആ ലോക്കർ ഫെസിലിറ്റിക്കും സെപ്പറേറ്റ് 50 രൂപ അടയ്ക്കേണ്ടതാണ്. ഷോ ടൈം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്നും ഇതിനുള്ളിൽ എൻ്റർ ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ ഒരു ബാൽജ് അവർ കെട്ടിത്തന്നു. വെൽക്കം ഫോട്ടോ ഉണ്ട്. അത് കിട്ടണമെങ്കിൽ സ്പെഷ്യൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂ ബൂട്ട്സ് ഇതൊക്കെ കിട്ടാൻ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തു. എക്സ്ട്രാ നമുക്ക് സോക്സ് വേണമെങ്കിൽ ഇവിടെ 50 രൂപ അടച്ച് വാങ്ങാവുന്നതാണ്. സ്നോ ബൂട്ട്സ് ഓൾറെഡി നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഒരു സോക്സ് ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു സോക്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജാക്കറ്റും സ്നോ ബൂട്ട്സും ഗ്ലൗസും ഒക്കെ നമ്മൾ ഷോ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഏൽപ്പിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്ന് അതെല്ലാം ധരിച്ചതിന് ശേഷം സ്നോ വേൾഡിൻ്റെ എൻട്രൻസ് ഗേറ്റിന് അടുത്തോട്ട് വന്ന് നിൽക്കാവുന്നതാണ്. എൻട്രൻസ് ഗേറ്റും ഒരു എക്സിറ്റ് ഗേറ്റും ഉണ്ട്. എൻട്രൻസ് ഗേറ്റ് വഴി അകത്ത് പ്രവേശിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്ക് സ്നോയിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ഗേറ്റ് വഴി പുറത്ത് വന്ന് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ഗേറ്റ് വഴി എൻ്റർ ചെയ്യാവുന്നതാണ്. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്ററും അടുത്തായുള്ള കബ്ബോൺ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും 5 കിലോമീറ്റർ ദൂരമാണ് സ്നോ സിറ്റിക്കുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സ്നോ പാർക്കും ഏറ്റവും വലിയ ഇൻഡോർ എൻ്റർടൈൻമെൻറ്റുമാണ് സ്നോ സിറ്റി. 12,500 ചതുരശ്ര അടിയിലാണ് സ്നോ സിറ്റി പരന്നു കിടക്കുന്നത്. സ്നോ സിറ്റിക്കുള്ളിൽ സോർബിംഗ്, ബാസ്കറ്റ്ബോൾ, നൃത്തം, മലകയറ്റം, സ്നോ ബോളിംഗ് എന്നിവയും ചെയ്യാവുന്നതാണ്. അവർക്കും മികച്ച സമയം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലമാണ് സ്നോ സിറ്റി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മഞ്ഞ് നിറഞ്ഞ പറുദീസയാണ് ഈ സ്നോ സിറ്റി. അച്ചുകുട്ടൻ സ്നോ സ്ലൈഡറിലെല്ലാം കളിച്ചു. അതിനുശേഷം മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുകയാണ്. ഇവിടെ സ്നോ കൊണ്ടുള്ള പിരമിഡ്സ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്നോ സിറ്റിക്കുള്ളിൽ നിർദ്ദിഷ്ട വസ്ത്രം ധരിച്ചാൽ മാത്രമേ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഡിസ്കോ ഡാൻസ് കളിക്കാനുള്ള ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വീഴ്ചയും ഇടയ്ക്കിടയ്ക്ക് DJ സോങ്ങും ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജയ് ശ്രീറാം എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഐസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്ലൈഡറുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഇഗ്ലൂവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ചുകുട്ടൻ ഇഗ്ലൂവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി വന്നു. 45 മിനിറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണ് സ്നോ സിറ്റി. ഗർഭിണികൾ, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഹൃദയരോഗികൾ, ജലദോഷം, പനി തുടങ്ങിയ അസുഖങ്ങളുള്ളവരൊന്നും സ്നോ വേൾഡിൽ കയറാതിരിക്കാൻ അവർ നിർദ്ദേശിക്കുന്നു. 45 മിനിറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ജാക്കറ്റും ഗ്ലൗസും സ്നോ ബൂട്ട്സും എല്ലാം തിരിച്ച് കൗണ്ടറിൽ ഏൽപ്പിച്ചു. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ടീ ആൻഡ് സ്നാക്സ് അവൈലബിൾ ആണ്. മുകളിലത്തെ നിലയിൽ സ്പെഷ്യൽ ഗെയിംസ് ആണ്. അതിന് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.